ഇഡ്ഡലി കുക്കറിൽ ഇഡ്ഡലി വെക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന മിക്കുള്ളവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇന്നാണ് ഏതൊരു വീഡിയോയിൽ കണ്ടാണ് കേട്ടോ. എല്ലാ ഇഡ്ഡലിയും പതിഞ്ഞിരിക്കുന്നതാണ്. അതായത് പരസ്പരം കയറി തട്ടുമ്പോഴാണ് ഇതേപോലെ പതിഞ്ഞ് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ പതിയാതെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഓരോ ഇഡ്ഡലിയും ഇങ്ങനെ മാവ് കോരി ഒഴിച്ചതിന് ശേഷം അടുത്ത പാത്രം വയ്ക്കുമ്പോൾ അതിൻ്റെ ഈ മൂന്ന് ഹോള് വരുന്ന ആവി പോകുന്ന ഭാഗം മാവ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട്, ആ ഒരു ഭാഗത്തോട്ട് വരണം. അതായത് ഇപ്പം ഈ വീഡിയോ കാണുന്ന പോലെ ഈ ആവി പോകുന്ന ആ ഒരു 3 ഹോളും തൊട്ട് താഴെ ഇരിക്കുന്ന മാവിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കണം വരേണ്ടത്. അങ്ങനെ എല്ലാ തട്ടും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഇഡ്ഡലിയും മാവ് പരസ്പരം തട്ടാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, എല്ലാ ഹോളും അതാത് മാവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, എല്ലാ ഇഡ്ഡലിയും നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. പരസ്പരം അടിയിൽ തട്ടിയിട്ടില്ല, ആ പാത്രത്തിലും പറ്റിയിട്ടില്ല, ഇഡ്ഡലി പതിഞ്ഞിട്ടുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. എല്ലാ ഹോളും അതാത് ഇഡ്ഡലിയുടെ മുകളിലായിട്ട് വരണം. അങ്ങനെ എടുക്കുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും.